മാഷാ അല്ലാഹ്. മുരിങ്ങയും ചക്കക്കുരുവാണ് കറിയിട്ടാണ്. അതൊക്കെ വെച്ച് ഊറ്റി വെച്ചാണ് മീൻ പൊരിച്ചിട്ട്. ഈ 2 മൈനാളൊന്നും ഇവിടെ രാവിലെ വന്ന് കൂടിക്കണം. ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ടായിനി. അതെങ്ങോട്ടേ പോയാവും. ഞാൻ മുറ്റത്ത് കറിയൊക്കെ ഇട്ടെടുത്തത്. അതിങ്ങനെ പറ്റി ഞങ്ങളെ കണ്ടിട്ട് വലിയ പേടി ഉണ്ടായിന്. ഇതൊന്നും വേണം. ഞാൻ മാറി എന്നൊക്കെ നോക്കി എടുക്കാനാവില്ല. വിശക്കുണ്ട് തോന്നുന്നുണ്ട്. അതായത് കൂടെ ഒന്നുണ്ടായിനി. അതിനെ തിരയാണിപ്പോൾ. രണ്ടാക്കും കൂടി വന്ന് അരി തിന്നാകരുത്. ഇറങ്ങി തിന്നോളി വേഗേ. അന്ന് ഞങ്ങളൊന്നും ചെയ്യൂല. വേണമെങ്കിൽ തിന്നോളി. വെള്ളം വേണോ? വെള്ളം അവിടെ വെച്ചിന് കേട്ടോ. അതിക്ക് വരാൻ പേടിയാണ്. വെള്ളത്തിനും വറ്റിനൊക്കെ ആവശ്യമുണ്ട്. നിങ്ങളൊക്കെ പപ്പടം പോലെ കടുമുട തിന്നാണില്ലേ? ഉണക്കോല ഇതൊക്കെയാണ് ഇവരെ ഭക്ഷണം. ഉണങ്ങിയതല്ലാതെ ഇപ്പോൾ പച്ച കിട്ടാനില്ലല്ലോ. പപ്പടം തിന്നണമാർക്ക് തിന്നണുണ്ടല്ലേ. ഉണങ്ങിയ പ്ലാവിൻ്റെ ഇലയാണ്. ഉണങ്ങിയ ഓല, പച്ചോല, ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ ഭക്ഷണം. എന്നാലും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ ഇട്ട് കൊടുത്താൽ ഒക്കെ വേസ്റ്റാക്കി ഇടും. തിന്നണതിനനുസരിച്ച് കൊടുക്കലാണ്. വെള്ളം കഞ്ഞിയും വെള്ളമൊക്കെ പിന്നെ എപ്പോഴും മുന്നിലുണ്ടാവും. വെള്ളമൊക്കെ കഴിയുന്നതിനനുസരിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്. എനിക്ക് മതിയായ മോളിയെ. ഇങ്ങനെ തിന്നണ കണ്ട് നോക്കിക്കാനേ തോന്നുള്ളൂ. പാവാണ് ഇട്ടിട്ടോ. ഇറ്റക്കും ഉണ്ടാവുമല്ലോ ഇപ്പം ചൂട് നല്ലോണം. കൂടുമ്പോഴൊന്നും വല്ലാതെ വെയിൽ കിട്ടൂല. കാരണം മരത്തിൻ്റെയൊക്കെ ചോട്ടിലാണ് കൂട്. ഒരാടമ്മൽ തുടക്കം കുറിച്ചതാണ് മക്കളെ. ഇത് വീട്ടിലേക്ക് നല്ലൊരു ബർക്കത്ത് കൂടെയാണ്. നമുക്കും കുറേ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ വീട്ടിലെ വളർത്തുന്നത്. പക്ഷെ പുറത്തേക്കൊന്നും വിടലില്ല. കൂട്ടിലേക്ക് മാത്രമേ ഇടുള്ളൂ. പട്ടയും പാളിയും ഉണങ്ങിയതൊക്കെ പറ്റണമുണ്ട്. നമുക്ക് ഇരുന്ന് നോക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓലയും പട്ടയും പാളിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. സദാ സമയത്തും വെള്ളം തീറ്റക്കൂടെ എപ്പോഴും മുന്നിലുണ്ടാവുക. പപ്പടം നിന്ന് വെള്ളം കുടിക്കുക, ഇതാണ് ഇവരെ പണി. തിന്നാ കുടിക്കുക.
ചോല തിന്നുക, വെള്ളം കുടിച്ചതിൻ്റെ ഇടയിൽ പിന്നെയും തിന്നാൻ തുടങ്ങി. ഈ പച്ചോല ഇവർക്ക് നല്ല ഇഷ്ടമാണ്. പച്ചോല, കോല, പട്ടക്കൊടി, പാളാക്ക. പാവം ചിലപ്പോൾ ഇവിടെ ഫാനും എ സി ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് സുഖമാക്കണം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണേ. ഞാൻ അതൊക്കെ കണ്ടു തരും എല്ലാ വീഡിയോസും. എല്ലാവർക്കും സപ്പോർട്ടും എല്ലാവരും ചെയ്യണേ. പുതിയ ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയായി കാണുന്നവർക്ക് ഞാനും അതേപോലെ തന്നെ കാണാം. ഞാനുണ്ട് പ്ലാവിൻ്റെ ഇല പൊട്ടിട്ട് പൊട്ട പിലാപ്പിലാവിന് കല്ലുക പൊടണ്ണിൻ്റെ ഇലയും പ്ലാവിൻ്റെ ഇലയും ആയിട്ടില്ല. ഉണങ്ങിയത് സപ്പോർട്ട് ചെയ്യാനാണ്. സപ്പോർട്ടാണ് പത്രണ്ടെങ്കിലും ആയത്. വേറെ വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.